സദസ്സിന് വന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സത്യസന്ധനായ മരംവെട്ട്. ഒരു ഗ്രാമത്തിൽ 2 മരംവെട്ടുകാരുണ്ടായി. ഒരു മരംവെട്ടുകാരൻ സത്യസന്ധൻ, ഒരു മരംവെട്ടുകാരൻ കുഴിമണി. രണ്ടുപേരും മരം വെട്ടിയതിനു ശേഷം വീട്ടിലേക്ക് വരുമായിരുന്നു. സത്യസന്ധനായ മരംവെട്ടുകാരൻ രാവിലെ കാട്ടിലേക്ക് പോയി മരം വെട്ടുമായിരുന്നു. ഒരു ദിവസം രാവിലെ കാട്ടിലേക്ക് പോയത് ഒരു നദീൻ്റെ അടുത്തായിരുന്നു മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കുടാലി നദിയിലേക്ക് വീണു. അപ്പോൾ ആണ് നദിയിൽ നിന്ന് ദേവത വന്നത്. ദേവത ചോദിച്ചു, എന്തിനാ അങ്ങനെ കരയുന്നത്? ഞാൻ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടാലി നദിയിലേക്ക് വീണു. ദേവത പറഞ്ഞു, കാത്തിരിക്കും, ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടുവരാം. ദേവത കുടാലി എടുത്തു ചോദിച്ചു, ഇതാണോ നിന്റെ കുടാലി? അല്ല അല്ല, ഇതല്ല എൻ്റെ കുടാലി. ദേവത ഒരു വെള്ളിക്കുടാലി എടുത്തു കാണിച്ചു. ചോദിച്ചു, ഇതാണോ നിന്റെ കുടാലി? അല്ല അല്ല, ഇതല്ല എൻ്റെ കുടാലി. ദേവത അവൻ്റെ കുടാലി എടുത്തു കാണിച്ചു. ചോദിച്ചു, ഇതാണോ നിന്റെ കുടാലി? അവൻ സന്തോഷത്തോടെ പറഞ്ഞു, ആ ആ, ഇതാണ് എൻ്റെ കുടാലി. നീ ഭയങ്കര ദരിദ്രനാ, എന്നാൽ ഭയങ്കര സത്യസന്ധൻ. നിനക്ക് വേണമെങ്കിൽ ഇത് 3 ചോദിക്കാമായിരുന്നു. നീ പക്ഷേ അങ്ങനെ ചെയ്തില്ല. നിനക്ക് സത്യസന്ധതയ്ക്കുള്ള സമ്മാനം, നീ ഇത് 3 എടുത്തു. അവൻ സന്തോഷത്തോടെ 3 കൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയതിനു ശേഷം ഭാര്യയുടെ കയ്യിൽ 3 കൊടുത്ത് നടന്നതെല്ലാം പറഞ്ഞു. കുഴിമണിയനായ മരംവെട്ടുകാരൻ ഈ വീടിനടുത്തേക്കൂടെ പോയി. എന്നാൽ അവർ പറയുന്നതെല്ലാം ഇവനും കേട്ടു. അടുത്ത ദിവസം സത്യസന്ധനായ മരംവെട്ടുകാരൻ സ്വർണ്ണക്കുടാലി വിറ്റ് പണമുണ്ടാക്കി ജീവിക്കാൻ തുടങ്ങി. എന്നാൽ അന്നത്തെ പോലെ മരം വെട്ടാനായി കാട്ടിലേക്ക് പോയി. കുഴിമടിയനായ മരം വെട്ടുകാരൻ തൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇവൻ ഇതെന്തു മണ്ടന, വലിയ പണക്കാരനായിട്ട് പോയി കാട്ടിലേക്ക് മരം വെട്ടാൻ വരുന്നു. ഇവനെ പിന്തുടർന്ന് തന്നെ പോവാം. കുഴിമടിയനായ മരം വെട്ടുകാരൻ്റെ പിന്നാലെ പോയി. പിന്നെ അവർ നദീൻ്റെ അടുത്ത് തന്നെ വന്നു. സത്യസന്ധനായ മരംവെട്ടുകാരൻ പോയതിനു ശേഷം കുഴിമടിയനായ മരംവെട്ടുകാരൻ കോടാലി അതിലേക്ക് ഇട്ട് കരയാനും തുടങ്ങി. അപ്പോൾ അവന് നദിയിൽ നിന്ന് ദേവത വന്നു. ദേവത ചോദിച്ചു, എന്തിനാ മകനെ കരയുന്നത്? എൻ്റെ കോടാലി നദിയിലേക്ക് വീണു. ദേവത പറഞ്ഞു, കാത്തിരിക്കൂ, ഞാൻ ഇപ്പോൾ എടുത്തു കൊണ്ടുവരാം. ദേവത അവൻ്റെ കോടാലി എടുത്തു കാണിച്ചു. ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? അല്ല അല്ല, ഇതല്ല എൻ്റെ കോടാലി. ദേവത ഒരു വെള്ളിക്കുടാലി എടുത്തു കാണിച്ചു. ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? അവന് സ്വർണ്ണ കോടാലിയായിരുന്നു വേണ്ടത്. അവൻ പറഞ്ഞു, അല്ല അല്ല, ഇതല്ല എൻ്റെ കോടാലി. ദേവത ഒരു സ്വർണ്ണ കോടാലി എടുത്തു കാണിച്ചു. ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? ആ ആ, ഇതാണ് എൻ്റെ കോടാലി. ദേവതക്ക് ദേഷ്യം വന്നു. നീ കുഴിമടിയനാ, നീ അത്യാഗ്രഹവും നാണയമായി നടക്കും, നിനക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. കുഴിമടിയനായ മരംവെട്ടുകാരൻ അത്യാഗ്രഹത്തായി വെറും കൈ വീശി